ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ എറണാകുളം അങ്കമാലി അതിരൂപത കൽതായ സുറിയാനി സഭയുടെ അതിരൂപതയാണ്. പിന്നെ എങ്ങനെയാണ് ഈ മുന്നേറ്റക്കാരുടെയും പിന്നെ വിമത വൈദ്യരുടെയും ജനിതക മാറ്റം സംഭവിച്ചത്? ഇപ്പം അവർ പറഞ്ഞു അവർ കൽതായ വൽക്കരണത്തിനെതിരെ ഞങ്ങൾ കൽതായരല്ല, ഞങ്ങൾ സുറിയാനിക്കാരല്ല എന്നാണ് പറയണേ. അവരായിരുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് അവർ പറയും ഞങ്ങൾ കൽതായ വൽക്കരണത്തിനെതിരാണെന്ന് അവർ പറയണേ. എറണാകുളം അങ്കമാലി അതിരൂപത കൽതായ സുറിയാനി സഭയുടെ അതിരൂപതയായിട്ടാണ് സ്ഥാപിച്ചതും മുന്നോട്ട് പോയതും. ഇപ്പോൾ ഇവർക്ക് ജനിതക മാറ്റം വന്ന് ഈ കൽതായ സുറിയാനി അല്ല ഞങ്ങളുടെ അമ്മ, ഈ കൽതായ സുറിയാനി അല്ല ഞങ്ങളുടെ അപ്പൻ, ഞങ്ങൾക്ക് വേറെ അപ്പനും അമ്മയുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചു, അവരുടെ തന്ത ആര്, അവരുടെ അപ്പൻ ആര്, അവരുടെ അമ്മ ആര്, ഇവർക്ക് ജനിതക മാറ്റം വന്നത് എങ്ങനെ? അതിനുള്ളൊരു ഉത്തരമാണ്, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അന്ന്, അതായത് 1962 ജൂൺ 18 സംയുക്ത സർക്കുലർ ഇറക്കിയല്ലോ. ആ സംയുക്ത സർക്കുലർ ഇറക്കിയതിനുള്ളിൽ തന്നെ ഇവർക്ക് ജനിതക മാറ്റം, അതായത് കൽതായ സുറിയാനി സഭയായിരുന്ന എറണാകുളം അങ്കമാലി എങ്ങനെയാണ് കൽതായ വിരുദ്ധരായിട്ട് മാറിയത്, അതിനുത്തരം അന്നത്തെ 7 മെത്രാമാരും ഒപ്പിട്ട ആ സംയുക്ത ഇടയലേഖനത്തിൽ കിടപ്പുണ്ട്. ഞാനൊന്ന് വായിക്കാം. ബാക്കിയുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് 5ാമത്തെ പേജ് വരെയാണ്. 5 തൊട്ടുള്ള ഭാഗങ്ങൾ ഞാൻ 5 തൊട്ട് 7 വരെ പേജുകൾ വായിക്കുകയാണ്. ഞാനത് ശരിക്കും വായിച്ചു പോയിട്ട് അപൂർവം ചില സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്കൊരു വ്യാഖ്യാനം വേണ്ടൂ. അത് മാത്രം ഞാനൊന്ന് ആവർത്തിച്ച് പറയാം, അത്രയേ ഉള്ളൂ. പുനരുദ്ധരിക്കപ്പെട്ട നമ്മുടെ ആരാധനക്രമം, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷാക്രമം നടപ്പാകാൻ പോകുന്ന ഈ ശുഭാവസരത്തിൽ ഈ ആരാധനക്രമം സംബന്ധിച്ച ചില പൊതു തത്വങ്ങളും സവിശേഷതകളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പുതിയ ക്രമം അനുസരിച്ച് നമുക്ക് 3 തരം കുർബാനകളാണുള്ളത്. അതായത് 1 സാധാരണ കുർബാന സിമ്പിൾ ഫോം, 2 ആഘോഷമായ കുർബാന സോളം ഫോം, 3 റാസ മോസ്റ്റ് സോളം ഫോം. ഇവയിൽ ആദ്യത്തേത്, അതായത് സാധാരണ കുർബാന മാത്രമാണ് ഇപ്പോൾ മലയാളത്തിൽ നടപ്പാക്കുന്നത്. 1962 ജൂൺ 18 ജൂലൈ 3 മുതലാണ് നടപ്പാക്കുന്നത്. പുതിയ ആരാധനക്രമം എല്ലാവരെയും അൾത്താരയിലെ ദിവ്യബലിയോട് കൂടുതൽ സാർത്ഥകമായി അടുക്കുവാൻ സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, മെത്രാന്മാരുടെ വിശ്വാസം. നമ്മുടെ ദിവ്യരക്ഷകൻ നമുക്ക് വേണ്ടി ഗാഗുൽത്തയിൽ അർപ്പിച്ച ആ ദിവ്യബലി തന്നെയാണല്ലോ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ കുർബാനയും. ഇത് നമ്മുടെ മുണ്ടാട ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരാളില്ലേ, മുണ്ടാട ദൈവശാസ്ത്രം. അതായത് നമ്മുടെ ദിവ്യരക്ഷകൻ ഇല്ലേ നമുക്ക് വേണ്ടി അർപ്പിച്ച കുർബാന എന്നാണ്. നമുക്ക് വേണ്ടി, അതിന് പകരം അങ്ങോട്ട് പഠിപ്പിക്കുന്നത്, അങ്ങോരെന്താ പഠിപ്പിക്കുന്നത്? ഈ ദിവ്യരക്ഷകൻ ആർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചെന്ന് പറയണേ? നമ്മളാണ് ദൈവം, നമ്മുടെ മുഖത്താണ് ദൈവം. അതുകൊണ്ട് നമ്മൾ ഇല്ലേ നമ്മുടെ മുഖത്തുള്ള ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന കുർബാന എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കണേ. ഇല്ലേ, നമ്മുടെ മുഖത്താണ് ദൈവം, നമ്മളാണ് ദൈവം. അതായത് നിരീശ്വര പ്രസ്ഥാനമാണ് അങ്ങനെ പറഞ്ഞ് നടക്കണേ. ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ നമ്മളാണ് ദൈവം, നമുക്ക് വേറെ ദൈവം വേണ്ട, നമ്മുടെ മുഖത്താണ് ദൈവം. എന്നിട്ട് ഈ കർത്താവ് ഇല്ലേ നമുക്ക് വേണ്ടി അവൻ സ്വയം ബലിയായി എന്നുള്ളതാണ്. ഗാഗുൽത്തായിൽ അവൻ അർപ്പിച്ച ബലി എന്നുള്ളത് അവൻ സ്വയം ബലിയായതാണ്. ആ ദിവ്യബലി തന്നെയാണ് ആൾക്കാരിൽ നടക്കുന്നത് പറയാൻ കാരണം ക്രിസ്തു തന്നെയാണ് ബലി അർപ്പിക്കുന്നത്, ക്രിസ്തു തന്നെയാണ്. അത് ആവർത്തിക്കുകയല്ല, ആഘോഷിക്കുകയാണ്. അത് ആവർത്തിക്കേണ്ട കാര്യമില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാഗുൽത്തായിലെ ദിവ്യരക്ഷകൻ സ്വയം അർപ്പിച്ച ബലി നമുക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത്. സ്വയം അർപ്പിച്ച പിതാവിന് അർപ്പിച്ച ബലി, അത് ആ ക്രിസ്തു തന്നെയാണ് ആൾക്കാരിലും നിൽക്കുന്നതും അർപ്പിക്കുന്നതും എന്നതിനാൽ ഗാഗുൽത്തായിലെ ബലി തന്നെയാണ്. അത് ആവർത്തിക്കുകയല്ല, അതിൽ ആ ആഘോഷം നമ്മെ പങ്കെടുപ്പിക്കുകയാണ് കർത്താവ്. അന്ന് ചരിത്രത്തിൽ നടന്ന സംഗതിയിൽ ഇപ്പോൾ കൗതാശികമായിട്ട് നമ്മെ പങ്കു ചേർക്കുകയാണ് കർത്താവ് ചെയ്യണേ. അപ്പോൾ ഈ മുണ്ടാട ദൈവശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടാണ് ഈ അന്നത്തെ സംയുക്ത സർക്കിളിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദിവ്യരക്ഷകൻ ദൈവപിതാവിന് സ്വയം ബലിയർപ്പിച്ചു, അത് നമുക്ക് വേണ്ടിയുള്ള ബലിയാണ്, അതാണ് അവർ എഴുതിയിരിക്കുന്നത്. അത് പരമമായ ദൈവാരാധനയുടെയും ഉപകാരസ്മരണയുടെയും പാവപരിഹാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമ്യക്കായ സമർപ്പണ കർമ്മമാണ്. അതിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയും ഈ യാഥാർത്ഥ്യത്തെ വ്യക്തമായി മനസ്സിലാക്കി സജീവമായും ഭക്തിയോടു കൂടിയും അതിൽ പങ്കുകൊള്ളണം. നിത്യപുരോഹിതനായ മിശിഹായോടും അവിടുത്തെ പ്രതിപുരുഷനായ വൈദികനോടും ഒന്ന് ചേർന്നുകൊണ്ട് നിത്യപുരോഹിതനായ മിശിഹ പിതാവിനോട് പറയാണ്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ഗാഗുൽത്തായിലെ ബലി എന്ന് പറയുന്നത്. ആ ബലിയാണ് പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർത്താവ് കിടക്കുന്നത്. പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, പിതാവേ അങ്ങയുടെ കാര്യങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ
പിതാവിനെ അഭിസംബോധന ചെയ്ത് നിത്യപുരോഗനായ മിശിഹ ബലിയർപ്പിച്ചു. ആ ബലി ഇല്ലേ അവനോട് ചേർന്ന് അവിടുത്തെ പ്രതിപുരുഷനായ വൈദികനോട് ചേർന്ന് സംബന്ധിക്കുകയാണ് നമ്മൾ. അതിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയും സ്വയം ബലിയർപ്പിക്കുക കൂടിയാണ്. നമ്മുടെ ബലി കൂടി കൊടുക്കുകയാണ് അവൻ്റെ ബലിയോടൊപ്പം. നമ്മുടെ അനുസരണം അവൻ്റെ അലംഘനീയമായ അനുസരണത്തോടെ എല്ലാം തികഞ്ഞ അനുസരണത്തിന് ചേർത്ത് വയ്ക്കുമ്പോൾ അപ്പോൾ അവൻ്റെ ബലിയുടെ ഗുണം നമുക്ക് കിട്ടുകയാണ്. ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ അവബോധം ഓരോരുത്തരിലും എത്ര കൂടുതൽ സജീവമായി തീരുന്നുവോ അത്രയ്ക്ക് ദിവ്യബലിയിൽ ഉപരി ഫലപ്രദമായി പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുർബാനക്രമം മലയാള ഭാഷയിൽ നടത്തുന്നതിന് പരിചിത സിംഹാസനം നമുക്ക് കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ള ഈ അവസരം അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തി ഒരു ദിവ്യ കൂദാശ ജീവിതം നമ്മിൽ ഫലപ്രദമാകുന്നതിന് ശുഷ്കാന്തിയായി പരിശ്രമിക്കാം. ഈ ക്രമം നടപ്പിലാക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട വികാരിമാർ ദിവ്യബലിയെപ്പറ്റിയും ദിവ്യ കൂദാശ ജീവിതത്തെപ്പറ്റിയും നമ്മുടെ ജനങ്ങൾക്ക് വിശദമായ അറിവ് നൽകുന്നതിനും അതിൽ ഫലവത്തായി സഹകരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ശ്രദ്ധിക്കണമെന്ന് അവർ പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നത്. ഈ സംയുക്ത ഇടയലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട വികാരിമാർ എന്താണ് വിശുദ്ധ കുർബാന, എന്താണ് ദിവ്യബലി, എന്താണ് ദിവ്യ കൂദാശ ജീവിതം, ഇതേക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ അറിവ് നൽകണം. അതിൽ ഫലവത്തായി സഹകരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? ഈ കാര്യമാണ് ചെയ്തു കൊടുക്കാതിരുന്നത്. അതായത് ജനങ്ങളെ നമ്മുടെ കൽദായ സുറിയാനി സഭയാണ് നമ്മുടേതെന്നും നമ്മുടെ റീത്ത് എന്ന് പറഞ്ഞാൽ കൽദായ സുറിയാനി റീത്താണെന്നും നമ്മൾ സുറിയാനിൽ ചൊല്ലിക്കൊണ്ടിരുന്ന സംഗതി തന്നെയാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നതെന്നും ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിന് പകരം പാറക്കട്ടിൽ പിതാവ് തന്നെ ഇങ്ങനെ എഴുതിയെങ്കിലും കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ തലതിരിഞ്ഞു. പാറക്കട്ടിൽ പിതാവ് തന്നെ തലതിരിഞ്ഞു. അപ്പോൾ കൂടെ തന്നെ വൈദികരും കൂടെയുള്ള മക്കളും തലതിരിഞ്ഞു. ഇപ്പൊ കുറേ പേര് എറണാകുളത്ത് സത്യവിശ്വാസികൾ ഇല്ലേ തിരിച്ചറിവ് വന്ന് അവരിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ പാറേക്കട്ടിൽ പിതാവും കൂടെയുള്ള കുറേ വൈദികരും ഈ കൽദായ സുറിയാനി സഭയാണ് സീറോ മലബാർ സഭ എന്ന് പറയുകയും നമ്മുടേത് കൽദായ സുറിയാനി റീത്താണെന്ന് എഴുതി അറിയിക്കുകയും ചെയ്തിട്ട് അത് ജനങ്ങളെ അറിയിച്ചില്ല, വൈദികരെ തന്നെ വഴിതെറ്റിച്ചു. വൈദികരെ വഴിതെറ്റിപ്പോയപ്പോൾ ജനങ്ങളും വഴിതെറ്റിപ്പോകാൻ ഇടയായി. അത് ആ തിരിച്ചു നടക്കൽ സംഭവിച്ചത് ഇപ്പൊ അടുത്ത കാലത്താണ്. വാസ്തവം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ 2021 ഈ പുതിയ കുർബാനക്രമം വന്നതിന് ശേഷമാണ് വലിയൊരു ശതമാനം അൽമായര് ഇതിന് ചരിത്രമെല്ലാം മറിഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നത്. അവരുടെ കുറ്റം കൊണ്ടല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുഴുവൻ. അതിന് കാരണം ജനങ്ങൾക്ക് വികാരിയമാര് ഈ കുർബാനയെക്കുറിച്ച് അറിവ് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ട് അതിന് കടകവിരുദ്ധമായി പാറേക്കട്ടിൽ പിതാവും പിന്നെ കൂട്ടത്തിൽ മറ്റു വൈദികരും അങ്ങനെ പോയി. അത് അന്നത്തെ വൈദികർക്ക് ഇതൊന്നും അന്ന് അദ്ദേഹം ഈ സീറോ മലബാർ സഭയുടെ തലവനെ പോലെയൊക്കെ അഭിനയിച്ചിരുന്നത് കൊണ്ട് അതാണ് ശരിയെന്നൊക്കെ നമ്മൾക്ക് തെറ്റിദ്ധരിച്ചു പോയി. ഇത് ഞാൻ വളരെ വിശദമായിട്ട് 2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വത്തിക്കാനെ കബളിപ്പിച്ചാണ് പാറേക്കട്ടിൽ പിതാവ് ഈ ജനാഭിമുഖ കുർബാന സീറോ മലബാർ സഭയിൽ നടപ്പാക്കിയത് എന്ന കാര്യം. അത് തിരിച്ചറിഞ്ഞ തലശ്ശേരി പിതാവ് തിരുത്തിയത് 1965 തിരുത്തിയത്, തൃശ്ശൂർ ജോർജ് ആലപ്പാട്ട് പിതാവ് 1967 തിരുത്തിയതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ലിറ്റർജി പ്രതിസന്ധി എന്ന പുസ്തകത്തിനകത്ത് ഇതിൻ്റെ രേഖകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, മെത്രമാർ പറയുകയാണ്, ഈ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുർബാന പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട്. അവയിലെ പ്രാർത്ഥനകളും ഗാനങ്ങളും പഠിച്ച് വിശ്വാസികൾ കൂട്ടമായി വൈദികരോടും ശുശ്രൂഷകളും ഒന്നിച്ച് കുർബാനയിൽ ഉറക്കെ ചൊല്ലുകയും പാടുകയും വേണം. അതിനുവേണ്ട പരിശീലനം ഓരോ ഇടവകയിൽ നൽകപ്പെടുന്നതിന് ബഹുമാനപ്പെട്ട വികാരിമാർ ഏർപ്പാട് ചെയ്യേണ്ടതാണ്. ഈ ഏർപ്പാട് ചെയ്തില്ല. അതുകൊണ്ടാണ് കൽദായ സുറിയാനിക്കാരായ എറണാകുളംകാർ ഇപ്പോൾ കൽദായ വിരുദ്ധരായിട്ട് മാറിയത്. ഇനി വീണ്ടും സംയുക്ത ഇടയലേഖനത്തിലെ വാക്കുകൾ. കൽദായ സുറിയാനി റീത്ത് അനുസരിച്ചുള്ള, നോക്കുക ശൈശു, മുന്നേറ്റക്കാരെ, വിമത വൈദികരെ കേൾക്കൂ, നിങ്ങളുടെ പാറേക്കട്ടിൽ പിതാവ് എഴുതിയതാണ്. കൽദായ സുറിയാനി റീത്ത് അനുസരിച്ചുള്ള ദിവ്യബലിയിൽ, അതായത് സീറോ മലബാർ സഭയുടെ കൽദായ സുറിയാനി റീത്ത് അനുസരിച്ചുള്ള ദിവ്യബലിയിൽ പ്രധാനമായി 3 ഭാഗങ്ങളാണുള്ളത്. പ്രാരംഭ ഭാഗം പ്രീ അനാഫറൽ, കൂദാശ ഭാഗം അനാഫറൽ, സമാപന ഭാഗം പോസ്റ്റ് അനാഫറൽ. പ്രാരംഭ ഭാഗത്തെ വേദാർത്ഥികളുടെ കാറ്റക്യുമെൻസ് കുർബാന എന്നും പറയാറുണ്ട്. ഇപ്പം നമ്മൾ വചന ശുശ്രൂഷ, അനാഫറ, പിന്നെ സമാപന ഭാഗം അങ്ങനെയാണ് പറയണേ. അന്ന് പറഞ്ഞിരുന്നത് പ്രാരംഭ ഭാഗം പ്രീ അനാഫറൽ, കൂദാശ ഭാഗം അനാഫറൽ, സമാപന ഭാഗം പോസ്റ്റ് അനാഫറൽ എന്നാണ്. ആദ്യത്തെ ഭാഗത്തെ വേദാർത്ഥികളുടെ കാറ്റക്യുമെൻസിൻ്റെ കുർബാന എന്ന് പറയും. വചന ശുശ്രൂഷ, അത് മറ്റ് മതസ്ഥർക്കൊക്കെ പങ്കെടുക്കാൻ, ക്രിസ്ത്യാനികളാകാൻ ആഗ്രഹിച്ചിട്ട് വരുന്നവർക്കും പങ്കെടുക്കാൻ പാകത്തിലായിരുന്നു പണ്ടൊക്കെ തയ്യാറാക്കിയിരുന്നത്.
ഇനി പുനരുദ്ധരിക്കപ്പെട്ട കുർബാനയ്ക്ക് നാം ഉപയോഗിച്ചു പോരുന്ന കുർബാന ക്രമത്തിൽ നിന്ന് വലിയ വ്യത്യാസം കാണാനുണ്ടാവുകയില്ല. ഇത് 10 പ്രാവശ്യം കേൾക്കണം കേട്ടോ. പുനരുദ്ധരിക്കപ്പെട്ട കുർബാനയ്ക്ക് നാം ഉപയോഗിച്ചു പോരുന്ന കുർബാന ക്രമത്തിൽ നിന്ന് വലിയ വ്യത്യാസം കാണാനുണ്ടാവുകയില്ല. കാരണം എന്താ? മുഴുവൻ ദൈവോന്മുഖമായിരുന്നു സുറിയാനി കുർബാന. 1962 ഇത് പുനരുദ്ധരിക്കപ്പെട്ടപ്പോഴും മലയാളത്തിലാക്കിയപ്പോഴും പൂർണ്ണ ദൈവോന്മുഖമായിരുന്നു. അതുകൊണ്ട് സുറിയാനി അറിയുന്നവർക്കും മലയാളം അറിയുന്നവർക്കും ഇതിനകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. കാരണം സുറിയാനിലായിരുന്നു മലയാളത്തിലാക്കിയതേ ഉള്ളൂ. കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. പക്ഷേ റീത്തുകളുടെ സാങ്കേതിക മൂലതത്വങ്ങൾ അനുസരിച്ച് ഇതിൽ ഇടക്കാലത്ത് വന്നു ചേർന്നിട്ടുള്ള വ്യതിയാനങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. വ്യതിയാനങ്ങൾ സംഭവിച്ചു. അത് ലത്തിനീകരണം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. ഏതാനും പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളെയും സ്ഥാനങ്ങൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ നടപ്പിലിരിക്കുന്ന റാസയുടെ ക്രമത്തോടാണ് പുതിയ കുർബാനയ്ക്ക് കൂടുതൽ സാമ്യം കാണുക. കാരണം റാസയിൽ ഇടക്കാലത്ത് വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല. ലത്തീൻ റീത്തിൽ നിന്ന് പകർത്തപ്പെട്ട പ്രാർത്ഥനകളും കർമ്മങ്ങളും പുതിയ ക്രമത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു. ലത്തീൻ റീത്തിൽ നിന്ന് പകർത്തപ്പെട്ട പ്രാർത്ഥനകളും കർമ്മങ്ങളും പുതിയ ക്രമത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു. കാരണം എന്താ? അത് നമ്മുടെ കൽദായ സുറിയാനി റീത്തിൻ്റെ ഭാഗമല്ല. ഈ റീത്തുകളുടെ സാങ്കേതിക മൂലതത്വം അനുസരിച്ച് അത് ചേർക്കാനും പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചതൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഈ കൽദായ വിരുദ്ധരെന്നും പറഞ്ഞിട്ട് ഈ എറണാകുളത്ത് നടക്കുന്നത്. മനസ്സിലായ? ഒറ്റ മുട്ടുകുത്തിയുള്ള ആചാരങ്ങളും മറ്റും പുതിയ കുർബാനയിൽ കാണുകയില്ല. തിരുവസ്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ട്. പക്ഷേ സൗകര്യത്തെ ഉദ്ദേശിച്ച് ഇപ്പോൾ ഉപയോഗിച്ച് പറ്റുന്ന തിരുവസ്ത്രങ്ങൾ തുടർന്ന് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. 62 കാര്യം പറയണേ കേട്ടോ. പുതിയവ ഉണ്ടാക്കുമ്പോൾ പുതിയ ക്രമമനുസരിച്ച് ഉണ്ടാക്കണം. ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇപ്പോഴും ഈ 1959 മാർ തോമസ് ലീവയുള്ള കാപ്പിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എഴുതി തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 1962. എന്നിട്ട് ഇപ്പോഴും മാറ്റിയിട്ടുണ്ടോ? ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും എറണാകുളവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. 59 നൽകി, 62 നൽകി, എന്നിട്ട് പുതിയ കാപ്പിയൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എന്നിട്ടും പഴയത് തന്നെ കൊണ്ടു നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ ചരിത്രം ഇതൊക്കെയാണെങ്കിലും ഇതൊന്നും അറിയാൻ താല്പര്യമില്ല. മെത്രാന്മാർക്കും താല്പര്യമില്ല, മിക്ക വൈദികർക്കും താല്പര്യമില്ല. ഇങ്ങനെയുണ്ട് പോകട്ടെ എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ദൈവശാസ്ത്രത്തോടോ നമ്മുടെ സഭയോടോ നമ്മുടെ സഭയുടെ ചരിത്രത്തോടോ വിശുദ്ധ പാരമ്പര്യങ്ങളോടോ കൂറില്ലാത്ത ഒരു തലമുറയാണ് നമുക്ക് മെത്രാന്മാരായിട്ടും വൈദികരായിട്ടും വന്നത്. അതുകൊണ്ട് തന്നെ ദൈവജനവും അറിവില്ലാതെ കിടന്നുപോയി. ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഇപ്പം നമുക്ക് തിരിച്ചറിവ് വരുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നടന്നേ പറ്റൂ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സാവധാനത്തിൽ എല്ലാവർക്കും പരിചയമായി തീരുന്നതാണ്. ഏത് മാറ്റങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ്. സാവധാനത്തിൽ എല്ലാവർക്കും പരിചയമായി തീരുന്നതാണ്. പുതിയ ക്രമത്തിൽ പ്രാർത്ഥനകളും വായനകളും മുഖ്യമായും മലയാളത്തിലായതുകൊണ്ട് ജനങ്ങൾക്ക് അവിടെ അർത്ഥം മനസ്സിലാക്കി ദിവ്യബലിയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരമായിരിക്കുന്നത്. നമ്മുടെ ആരാധനക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിവർത്തന ഘട്ടമാണ് നാം തരണം ചെയ്യുന്നത്. നമ്മുടെ റീത്തിൻ്റെ പഴയ ക്രമങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും കാലോചിതമായ പരിഷ്കാരങ്ങൾ അവയിൽ ഏർപ്പെടുത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതം ചൈതന്യപൂർണ്ണമാക്കുന്നതിനും വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഒത്താശകളും പരിശുദ്ധ സിംഹാസനം കരുണാപൂർവ്വം അനുവദിച്ച് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ റീത്തിനെ പറ്റിയും ആരാധനാക്രമങ്ങളെ സംബന്ധിച്ചും സഭാമാതാവിൻ്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ദിവ്യ കൂദാശ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. റീത്ത് സംബന്ധിച്ച പരിഷ്കാരങ്ങളെല്ലാം ഒന്നിച്ച് നടപ്പാക്കുവാൻ സാധ്യമല്ല. അത് അഭിലഷണീയവുമായിരിക്കില്ല. ശിശു സഹജമായ സ്നേഹത്തോടും നിഷ്കൃഷ്ടമായ അനുസരണത്തോടും കൂടി അവയിൽ നമുക്ക് പുരോഗമിക്കാം. അതൊന്നുകൂടി കേട്ടോളൂ. ശിശു സഹജമായ സ്നേഹത്തോടും നിഷ്കൃഷ്ടമായ അനുസരണത്തോടും കൂടി അവയിൽ നമുക്ക് പുരോഗമിക്കാം. ഇങ്ങനെ പാറക്കാട്ടി പിതാവ് എഴുതിയെങ്കിലും അദ്ദേഹം തന്നെ അനുസരണക്കേട് കാണിച്ചു. ഇപ്പോൾ അനുസരണക്കേട് തന്നെ മൂർധന്യത്തിലെത്തി. നിഷ്കൃഷ്ടമായ അനുസരണത്തോടു കൂടി സഭയെ അനുസരിച്ച് പോകണമെന്ന് പാറക്കാട്ടി പിതാവും മറ്റു മെത്രാന്മാരും സംയുക്ത ഇടയലേഖനത്തിൽ എഴുതിയിട്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പാറക്കാട്ടി പിതാവ് തന്നെ അനുസരണക്കേട് കാണിച്ചു. പിന്നാലെ അദ്ദേഹത്തിന് കൂടെയുള്ള വൈദികരും ജനങ്ങളും. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്ന് തൊട്ട് തുടങ്ങിയ അനുസരണക്കേടിൻ്റെ ജൂബിലിയാണ് ഇപ്പോൾ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ധിക്കാരത്തിൻ്റെ ജൂബിലി. ഇതുകൊണ്ടാണ് അവരുടെ ഹൃദയം കഠിനമായി പോയി അവർക്ക് തിരിയാൻ പറ്റാത്തതിന് കാരണം, ദൈവത്തിലേക്ക് തിരിയാൻ പറ്റാത്തതിന് കാരണം ഈ ശിശുസഹജമായ സ്നേഹമോ നിഷ്കൃഷ്ടമായ അനുസരണമോ അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ വേണമെന്ന് സംയുക്ത ഇടയലേഖനത്തിൽ പാറക്കാട്ടി പിതാവ് എഴുതിയെങ്കിലും അദ്ദേഹം തന്നെ ധിക്കാരം കാണിച്ചു. വത്തിക്കാനെ ധിക്കരിച്ചു. അതിന് അദ്ദേഹത്തെ ശിക്ഷിച്ചു, പുറത്താക്കി, രാജിവെപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. കാരണം ജനങ്ങൾ മുഴുവൻ, അതായത് പ്രത്യേകിച്ച് വൈദികർ മുഴുവൻ ഈ ധിക്കാരമാണ് ശരിയെന്ന് വിചാരിച്ച് നടന്നു. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു. അത് തിരുത്താനായുള്ള ചങ്കുറപ്പുള്ള ഒരു നേതൃത്വം നമ്മുടെ സഭയ്ക്ക് ഇല്ലാതെ പോയി. മാത്രമല്ല ഈ മുന്നേറ്റക്കാരൻ പറഞ്ഞ നുണയാണ് സത്യമെന്ന് വിചാരിക്കുന്ന
അങ്ങനെയുള്ള ഒരു നേതൃത്വമാണ് ഇപ്പം നമുക്ക് സീറോ മലബാർ സഭയ്ക്കുള്ളത്. അത് നമ്മുടെ ഒരു ദുരന്തമാണ്. നമുക്കത് പരിഹരിക്കപ്പെടാൻ കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.